കമ്മീഷൻ കണ്ണ് തുറക്കുന്നില്ലേ തുറക്കുന്നില്ലേ എന്നായിരുന്നു ഇത്രയും നാളും നിലവിളി. ഇപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ണ് തുറന്നു, പക്ഷേ കണ്ണിൽ പൊടി വീണു എന്നൊക്കെ പറയുന്നത് എന്താണ് മാഡം? കമ്മീഷൻ കണ്ണ് തുറന്നു തന്നെയാണ് ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ നല്ല കാലതാമസം വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രണ്ട് കൂട്ടർക്കുമെതിരെ ബി.ജെ.പി ആയാലും കോൺഗ്രസ് ആയാലും രണ്ടുപേരെയും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദിക്കെതിരെ മാത്രം കണ്ണടച്ചുകൊണ്ട് മുഴുവൻ രണ്ട് കണ്ണും വലിയ രീതിയിൽ മിഴിച്ചു തുറന്ന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. രണ്ട് കൂട്ടരുടെയും പാർട്ടി അധ്യക്ഷന്മാർക്കാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബി.ജെ.പിക്കും കോൺഗ്രസിനും അയച്ച നോട്ടീസിൽ രാഹുൽ ഗാന്ധിയെന്നോ നരേന്ദ്രമോദിയെന്നോ പറഞ്ഞിട്ടില്ല. ഇൻ ജനറലാണ്. ആ രണ്ട് പാർട്ടിയിലെയും താരപ്രചാരകരായി ആരൊക്കെയുണ്ടോ, സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആരൊക്കെയാണോ, അവർക്കെല്ലാവർക്കും, അവരിൽ ആരൊക്കെ ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ അവർക്കെല്ലാമുള്ള മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ ഈ കത്തയച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, ജനറൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒരു പൊതുതത്വമുണ്ടല്ലോ, ആ പൊതുതത്വത്തിൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് ക്ലോസ് 1-ൽ പറയുന്നുണ്ട്. അതിലാണ് ഈ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന, അതായത് ഒരു ഹെയ്ട്രഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സംഭാഷണമോ പ്രവൃത്തിയോ ചെന്ന് പോകരുത്. അങ്ങനെ പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആയാലും ഐദർ കോൺഗ്രസ് ഓർ ബി.ജെ.പി രണ്ട് കൂട്ടരുടെ ആയാലും രണ്ടുപേരും നിർത്തിക്കോ എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ വാചകം. അതായത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇനി നടത്താൻ പാടില്ല. പക്ഷേ അത് പറയേണ്ടത് ആറാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശം നാളെ നടക്കാൻ പോകുമ്പോൾ ഇന്നാണോ എന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വൈകിപ്പോയിട്ടുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അയച്ച കത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രതികരണം നടത്തി, നരേന്ദ്രമോദി രാഷ്ട്രീയമല്ലാത്ത പ്രതികരണങ്ങൾ നടത്തി, നരേന്ദ്രമോദി മാത്രം ഭിന്നിപ്പുണ്ടാക്കിയെന്നതാണല്ലോ മാഡത്തിന്റെ വാദം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല കണ്ടെത്തിയിരിക്കുന്നതും പറഞ്ഞതും. മല്ലികാർജ്ജുൻ ഖർഗെക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേ ബി അബോളിഷ്ഡ് ഓർ സോൾഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യം പറയുന്നതിന് എന്താണ് അടിസ്ഥാനം? ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ്. അതും ഭരണഘടനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോർത്ത് സൗത്ത് ഡിവൈഡ്, ആ നോർത്ത് സൗത്ത് ഡിവൈഡിനെ കുറിച്ച് നേരത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദി വിഷയത്തിൽ തമിഴ് വികാരം ഉണർത്തിക്കൊണ്ട് അന്ന് നടന്ന പ്രസ്താവനയും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യുന്നതെല്ലാം നല്ലതും, ഈ മറുഭാഗത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്ന നരേന്ദ്രമോദി ചെയ്യുന്നത് തെറ്റുമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏപ്രിൽ 25-നാണ് പാർട്ടി അധ്യക്ഷന്മാർക്ക് ഈ നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം പാർട്ടി അധ്യക്ഷന്മാർക്കാണോ അതോ ഈ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അപ്പോൾ മുതൽ തന്നെ ഈ പാർട്ടി അധ്യക്ഷന്മാർ എന്നൊരു ഒരു ന്യൂ നോർമൽ സെറ്റ് ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഒരു സാമൂഹിക സാംസ്കാരിക ഫാബ്രിക് അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നാശമാക്കരുത് എന്നും പറയുന്നുണ്ട്. ഈ ആറാം ഘട്ടത്തിന് പരസ്യപ്രചാരണം അവസാനിക്കുന്ന വേളയിൽ കഴിഞ്ഞ 4 ഘട്ടത്തിലും യഥേഷ്ടം എല്ലാം പറയാൻ അനുവദിച്ചതിന് ശേഷം ഇനി നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ ഇനി 114 മണ്ഡലത്തിലേക്ക് വോട്ടെടുപ്പുള്ളൂ. ആറാം ഘട്ടം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിലിനി ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തേണ്ട സ്പേസസ് അല്ല. ഡൽഹി ആയാലും ഹരിയാന ആയാലും പഞ്ചാബ് ആയാലും അവിടെ എല്ലാം പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത്. പൊളിറ്റിക്കലായി കാര്യങ്ങൾ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒക്കെയുള്ള ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇതിനകം തന്നെ ഫീൽഡിലുണ്ട്. അപ്പോൾ ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. പറയാനുള്ളതെല്ലാം പറയേണ്ട ഘട്ടങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈകിയാണ് കമ്മീഷൻ കണ്ണു തുറന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 5-ാം ഘട്ട വോട്ടെടുപ്പിലും തണുപ്പൻ പ്രതികരണമാണ്. അതപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് പോലെ ഇന്ത്യ മുന്നണിക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആളുകൾ പോയി വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിക്കാകണം. എന്നാൽ മാത്രമേ ഈ 50-30 ടാലിയൊക്കെ ഉത്തർപ്രദേശിൽ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് ഇപ്പുറത്തിരുന്നുകൊണ്ട് പറയാൻ കഴിയില്ല. വോട്ട് ചെയ്ത അത് ആർക്കാണെന്ന് ജൂൺ 4-ന് പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ബി.ജെ.പിയോടുള്ള തണുപ്പൻ പ്രതികരണമാണ് എന്നൊക്കെ മനക്കോട്ട കിട്ടുന്നവർക്ക് തെറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. ബംഗാളിൽ 73% പോളിംഗ് ഈ 5-ാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജിയുടെ കോൺഫിഡൻസ് ഒന്നും ഈ പ്രതികരണമായിട്ടൊന്നും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഇത്ര കിട്ടും, മുഴുവൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന മമതാ ബാനർജി പതുക്കെ പതുക്കെ സൈഡായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പുറമേ നിന്ന് കിട്ടുന്ന പിന്തുണ എന്ന കൂട്ടത്തിൽ കൂട്ടിയിട്ടുള്ളതാണല്ലോ മമതാ ബാനർജിയുടെ കണക്ക്. അപ്പോൾ മമതാ ബാനർജി ഞാൻ പുറമേ നിന്ന് പിന്തുണച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് നിന്ന് എനിക്കിത് മൊത്തം നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്നതും പോകുമെന്ന് ദീദി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ജയറാം രമേശിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജയറാം രമേശ് ഇന്ന് പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സൗന്ദര്യ മത്സരമൊന്നുമല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെയൊക്കെ നിർത്തി നേരിടാൻ. അതൊക്കെ ശരിയാണ്. പക്ഷേ കൃത്യമായി ഒരു ഫേസ് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിയണം. അല്ലാതെ ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി വെച്ച് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തന്ത്രം വെച്ച് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വിജയിക്കുക, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് എന്ന് ഡൽഹിയിലെ 7 സീറ്റുകളിൽ
സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു ചേർന്നാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര പേർ വോട്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് ജൂൺ 4-ന് കണ്ടറിയാം. 7 സീറ്റുകളും വളരെ ഡിസിസീവാണ്. അപ്പോൾ ഡൽഹിയിലെ ഫലം വന്നു കഴിയുമ്പോഴെങ്കിലും കെജ്രിവാളിനെ കുറിച്ചുള്ള അഭിപ്രായം മാഡം തിരുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. Meet the editors.